പല അഭിനേതാക്കളും തങ്ങളുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പലപ്പോഴും അഭിനയ ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമായിരിക്കും. ഹോളിവുഡിലെ പ്രശസ്ത നടനായ ആന്റണി ഹോപ്കിൻസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം പിറന്നത് അഭിനയ ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം അദ്ദേഹത്തിൻ്റെ മധ്യവയസ്സിലാണ്. സൈലൻസ് ഓഫ് ദി ലാംബ്സ് എന്ന സിനിമയിലെ നരഭോജിയായ ലെക്ടർ എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി ഇന്ന് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ മലയാളത്തിലാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട MG സോമൻ്റെ അഭിനയ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ലേലം എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രമാണ്. അതാകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സിനിമയുമായിരുന്നു. എന്നാൽ ചിലർക്ക് വളരെ നേരത്തെ തന്നെ തങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയാറുണ്ട്. ചിലർക്കത് തങ്ങളുടെ ആദ്യ സിനിമകളിൽ തന്നെ അങ്ങനെയുള്ള കഥാപാത്രത്തെ കിട്ടുന്നു. ഇങ്ങനെ ആദ്യ സിനിമയിൽ തന്നെ മികച്ച കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ കഴിഞ്ഞ മലയാള സിനിമയിലെ പ്രശസ്തരായ അഭിനേതാക്കളെയാണ് സിനിമാ കമ്പം ഇന്ന് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. പത്മരാജന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് ലോറി. 1981 ഈ സിനിമ പുറത്തിറങ്ങിയത്. ഈ സിനിമയിലെ ഒരു മുഖ്യ കഥാപാത്രമാണ് ക്രൂരനും പരുക്കനുമായ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന തെരുവ് സർക്കസുകാരൻ. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പത്മരാജനും ഭരതനും തേടിയത് ഒരു പുതുമുഖത്തെയാണ്. മലയാള സിനിമയിലെ അക്കാലത്തെ കത്തി നിൽക്കുന്ന വില്ലന്മാരായ TG രവി, ജോസ് പ്രകാശ് തുടങ്ങിയ അഭിനേതാക്കളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി അവർ കണ്ടെത്തിയത് കോട്ടയം ബോട്ട് ജെട്ടിയിലെ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. അച്ഛൻ കുഞ്ഞ് എന്നാണ് അയാളുടെ പേര്. അക്കാലത്തെ മലയാളി സിനിമാ സങ്കല്പത്തിനൊന്നും യോജിക്കാത്ത തികച്ചും പരുക്കനായ ഒരു മനുഷ്യൻ. അഭിനയത്തോടുള്ള ആർത്തി അദ്ദേഹത്തെ ആ ജീവിത പ്രാരാബ്ധത്തിനിടയിലും അക്കാലത്തെ പ്രശസ്തമായ കേരള തിയേറ്റേഴ്സ്, KPAC തുടങ്ങിയ നാടക സമിതികളിൽ അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിന് കാരണമായിരുന്നു. അങ്ങനെ കോട്ടയം ബോട്ട് ജെട്ടിയിലെ ചുമട്ട് തൊഴിലാളിയായ അച്ഛൻ കുഞ്ഞ് ഭരതന്റെ പ്രശസ്തമായ ലോറി എന്ന സിനിമയിലെ ക്രൂരനായ തെരുവ് സർക്കസുകാരനായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നീട് ചാട്ട, പടയോട്ടം തുടങ്ങി ഒരുപാട് സിനിമകളിൽ അച്ഛൻ കുഞ്ഞ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ കുഞ്ഞിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി നാം കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ ലോറിയിലെ കഥാപാത്രത്തെ തന്നെയാണ്. തികച്ചും വ്യത്യസ്തമായ സിനിമകൾ പുറത്തിറക്കിയ പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടിൻ്റെ മറ്റൊരു സിനിമയായിരുന്നു തകര. തകരയിലെ നായകനായ തകര എന്നത് കൗമാരക്കാരനായ ബുദ്ധിയുറയ്ക്കാത്ത ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രങ്ങളുടെ മുഖങ്ങൾ തേടി പത്മരാജനും ഭരതനും അലഞ്ഞപ്പോൾ അവസാനം അവർ കണ്ടെത്തിയത് തങ്ങളുടെ തൊട്ട് മുമ്പത്തെ സിനിമയായ ആരവത്തിൽ മുഖം കാണിച്ച പ്രതാപ് പോത്തനെയാണ്. പ്രതാപ് പോത്തൻ്റെ രൂപഭാവങ്ങളെല്ലാം തന്നെ തങ്ങളുടെ തകരയ്ക്ക് അനുയോജ്യമാണെന്ന് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ തകരയിലെ തകരയായി പ്രതാപ് പോത്തൻ അരങ്ങ് തകർക്കുകയായിരുന്നു. തകരയുടെ അല്പം എക്സെൻട്രിക്കായ ബുദ്ധിമാന്ദ്യമുള്ള ആ കഥാപാത്രത്തിൻ്റെ രീതികളും സ്വഭാവങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പ്രതാപ് പോത്തൻ്റേത് തന്നെയാണെന്ന് പോലും അക്കാലത്ത് പലരും സംശയിച്ചിരുന്നു. അത്രയും വ്യത്യസ്തവും യുണീക്കും മികച്ചതുമായ ഒരു അഭിനയ രീതിയായിരുന്നു പ്രതാപ് പോത്തൻ്റേത് ആ സിനിമയിൽ. പിന്നീട് അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങളെ മലയാളത്തിലും തമിഴിലുമെല്ലാം അവതരിപ്പിച്ചു. മാത്രമല്ല ഡെയ്സി, ഋതുഭേദങ്ങൾ, ഒരു യാത്രാമൊഴി എന്ന മോഹൻലാൽ ചിത്രമെല്ലാം അദ്ദേഹം സംവിധാനം ചെയ്യുകയുമുണ്ടായി. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഇന്നത്തെ തലമുറ തിരിച്ചറിയുന്നത് പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച അയാളും ഞാനും തമ്മിലെന്ന സിനിമയിലെ ഡോക്ടർ കഥാപാത്രത്തിലൂടെയാണ്. ഗീത എന്ന നടി മലയാളികൾക്കെല്ലാം സുപരിചിതയാണ്. ആവനാഴിയിലും വടക്കൻ വീരഗാഥയിലും സുഗമോദേവിയിലും വാത്സല്യത്തിലുമെല്ലാം മികച്ച അഭിനയം കാഴ്ചവെച്ച ഗീതയുടെ മലയാളത്തിലെ ആദ്യ സിനിമയാണ് പഞ്ചാഗ്നി. അനീതിക്ക് മുന്നിൽ തലത് കുനിക്കാത്ത വിപ്ലവകാരിയായ സ്ത്രീ, MTയുടെ ബോൾഡായ ആ കഥാപാത്രത്തെ അതിസൂക്ഷ്മമായ ഭാവചലനങ്ങൾ കൊണ്ട് അനശ്വരമാക്കിയ നടിയാണ് ഗീത. പിന്നീട് മലയാള സിനിമയുടെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയിട്ടുണ്ടെങ്കിലും ഇന്നും ഗീതയുടെ ഏറ്റവും മികച്ച കഥാപാത്രമായി അവരുടെ മലയാളത്തിലെ ആദ്യ സിനിമയായ പഞ്ചാഗ്നിയിലെ അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ് കരുതുന്നത്. പത്മരാജൻ സിനിമയിലൂടെയാണ് റഹ്മാൻ മലയാള സിനിമാ രംഗത്തെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെവിടെ എന്ന സിനിമയിലെ മമ്മൂട്ടിക്കൊപ്പം നായകതുല്യമായ ഒരു കഥാപാത്രത്തെയാണ് അന്ന് വെറും കൗമാരക്കാരനായ റഹ്മാൻ അവതരിപ്പിച്ചത്.
ശാന്തവും നിഗൂഢവുമായ ആ കഥാപാത്രത്തെ അതിൻ്റെ വൈകാരിക സംഘർഷങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മികച്ച രീതിയിലാണ് റഹ്മാൻ അവതരിപ്പിച്ചത്. ആ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർഡം കൊടുത്തിരുന്നു. മമ്മൂട്ടിയുടെ കിടിലൻ പെർഫോമൻസിൻ്റെ മുന്നിൽ പോലും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു റഹ്മാൻ്റേത്. അതിനുശേഷം മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ തന്നെയായിരുന്നു റഹ്മാൻ്റെ സ്റ്റാർഡം. ഒരുപാട് സിനിമകളിൽ റൊമാൻറ്റിക് നായകനായി അക്കാലത്ത് റഹ്മാൻ വന്നിരുന്നു. എന്നാൽ ഇടയ്ക്ക് എവിടെയോ വെച്ച് എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം നഷ്ടപ്പെടുകയും മലയാള സിനിമയിൽ അദ്ദേഹം കുറേ കാലത്തേക്ക് അകന്നു പോവുകയും ചെയ്തു. എന്നാൽ ഇന്നും റഹ്മാൻ്റെ ഏറ്റവും മികച്ച സിനിമയായി പരിഗണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ കൂടെ ഇവിടെ തന്നെയാണ്. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിൽ ഒരു കുസൃതി കുടുക്കിയായ പരിഷ്കാരിയായ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ അന്വേഷിക്കുന്നതിനിടയിലാണ് അതിൻ്റെ സംവിധായകനായ ഫാസിൽ തൻ്റെ ബന്ധുവിൻ്റെ ഒരു വിവാഹ വീഡിയോ കാണാനിടയായത്. ആ വീഡിയോയിൽ അദ്ദേഹം കുസൃതി കുടുക്കിയായ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. തൻ്റെ അടുത്ത സിനിമയ്ക്ക് അവളാണ് അനുയോജ്യമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നദിയ മൊയ്തു എന്ന ആ കൗമാരക്കാരി ഫാസിലിൻ്റെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന പ്രശസ്ത സിനിമയിലെ നായികയായി എത്തുന്നത്. ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റായതോടുകൂടി നദിയ മൊയ്തു മലയാളത്തിൽ ഒരു തരംഗമായി മാറി. പിന്നീട് ഒരുപാട് സിനിമകളിൽ അവർ വന്നു പോയെങ്കിലും ഇന്നും നദിയ മൊയ്തു എന്ന അഭിനേത്രിയെ പറ്റി ചിന്തിക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ മാഞ്ഞു പോകാതെ കിടക്കുന്നത് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലെ കുസൃതി കാണിച്ച് മലയാളി പ്രേക്ഷകരെ ആകെ കണ്ണീരണിയിച്ച നദിയ മൊയ്തുവിൻ്റെ കഥാപാത്രത്തെയാണ്. ജോർജിന്റെ ആദ്യ സിനിമയാണ് സ്ഫടികം. മോഹൻലാൽ അഭിനയിച്ച ആ സിനിമയിൽ മോഹൻലാലിനോട് പിടിച്ചു നിൽക്കുന്ന വില്ലനായ പോലീസ് ഓഫീസറായാണ് ജോർജ് അതിൽ അഭിനയിച്ചത്. ആ സിനിമ ജോർജിന് നൽകിയത് ഒരു സർനെയിമും കൂടിയാണ്. പിന്നീട് ജോർജ് സ്ഫടികം ജോർജ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മരിക്കുന്നതുവരെ ഒരുപാട് സിനിമകളിൽ വില്ലനായും ക്യാരക്ടർ നടനായും കൊമീഡിയനുമായെല്ലാം അദ്ദേഹം അഭിനയിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ സ്ഫടികത്തിലെ സ്ഫടികം ജോർജ് എന്ന സർക്കിൾ ഇൻസ്പെക്ടർ തന്നെയാണ് മലയാളിയുടെ മനസ്സിൽ ഇന്നും ജോർജ്. സിനിമ ജോർജിന് തൻ്റെ പേരിൻ്റെ കൂടെ ആദ്യ സിനിമയുടെ പേര് കൂടി കൂട്ടി നൽകിയപ്പോൾ മോഹൻരാജ് എന്ന അഭിനേതാവിൻ്റെത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് സംഭവിച്ചത്. തൻ്റെ പേര് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് താൻ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേരിലാണ് അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത്. മലയാളികളിൽ പലർക്കും ഒരുപക്ഷെ മോഹൻരാജ് എന്ന പേര് അത്ര പരിചിതമല്ലെങ്കിലും കീരിക്കാടൻ ജോസ് മലയാളിക്ക് സുപരിചിതനാണ്. സേതുമാധവന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം ഇല്ലാതാക്കിയ അവൻ ഒരു ഗുണ്ടയായി മാറുന്നതിനും ജീവിതമാകെ ദുരന്തപൂർണമാകുന്നതിനും കാരണക്കാരനായ കീരിക്കാടൻ ജോസ്. ഒടുവിൽ സേതുവിന്റെ കയ്യാൽ കൊല്ലപ്പെടുന്ന കീരിക്കാടൻ ജോസ്. മോഹൻരാജ് കീരിക്കാടൻ ജോസായി ജീവിക്കുക തന്നെയായിരുന്നു ആ സിനിമയിൽ. സ്വന്തം പേര് പോലും മാഞ്ഞു പോകുന്ന അത്ഭുത അഭിനയമായി ആ സിനിമയും ആ കഥാപാത്രവും പിന്നീട് മോഹൻരാജിന്റെ ജീവിതത്തിൽ നിലനിന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കീരിക്കാടൻ ജോസിനെ വെല്ലുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിന് തേടിയെത്തിയില്ല. 80കളിൽ ദൂരദർശൻ TV-യിൽ വന്ന ഒരു സീരിയലായിരുന്നു ശ്യാം ബനഗൽ എന്ന പ്രശസ്ത ചലച്ചിത്രകാരൻ സംവിധാനം ചെയ്ത ഭാരത് എക് ഘോജ്. അതിൽ രാമനും കൃഷ്ണനും ടിപ്പു സുൽത്താനുമെല്ലാമായി അഭിനയിച്ചത് സലീം ഗൗസ് എന്ന ചെറുപ്പക്കാരനായിരുന്നു. അയാളെയാണ് MT ഭരതൻ ടീമിന്റെ താഴ്വാരം എന്ന സിനിമയിലെ രാഘവൻ എന്ന വില്ലനായി അവർ തീരുമാനിച്ചത്. മനുഷ്യത്വമില്ലാത്ത, ഏത് സമയത്തും ചതിക്കാൻ സാധ്യതയുള്ള, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രൂരനായ, എന്നാൽ പുറത്ത് വളരെ ഭവ്യതയും അടുപ്പവുമൊക്കെ പ്രകടിപ്പിക്കുന്ന രാഘവൻ എന്ന കഥാപാത്രത്തിന്റെ സങ്കീർണമായ ഭാവചലനങ്ങളെല്ലാം തന്നെ സലീം ഗൗസിലൂടെ പുറത്തു വന്നപ്പോൾ അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ അതുവരെ കണ്ട് പരിചിതമല്ലാത്ത വ്യത്യസ്തമായ ഒന്നായി മാറി. മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച വില്ലൻ കഥാപാത്രമായി സലീം ഗൗസ് അതിനെ അടയാളപ്പെടുത്തി. അങ്ങനെ സലീം ഗൗസ് ഇന്നും ഓർക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ആദ്യ സിനിമയായ താഴ്വാരത്തിലൂടെയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സക്കറിയ കഥ എഴുതിയ വിധേയൻ എന്ന സിനിമ ഒരു മമ്മൂട്ടി ചിത്രമായിട്ടാണ് ഇന്നും ഓർക്കപ്പെടുന്നത്. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡും ലഭിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്തും ആ സിനിമയുടെ പേരിനെ സൂചിപ്പിക്കുന്ന വിധേയനായ തൊമ്മിയെ അവതരിപ്പിച്ച MR ഗോപകുമാർ എന്ന പുതുമുഖത്തെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് പല സിനിമയിലും കുറെ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രമായി അറിയപ്പെടുന്നത് വിധേയനിലെ അദ്ദേഹം അവതരിപ്പിച്ച തൊമ്മി തന്നെയാണ്. ആദ്യ സിനിമയിൽ തന്നെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കാണിച്ചവരുടെ ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നാം ഒരിക്കലും മറന്നു പോകാത്ത പേരാണ് വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ എന്നത്. ഒരുപക്ഷെ മലയാളി പ്രേക്ഷകരിന് ആ പേരല്ലാതെ അത് അഭിനയിച്ച നടന്റെ പേര് പോലും ഓർമ്മയുണ്ടാവില്ല. മഹാരാഷ്ട്രക്കാരനായ വിജയ രംഗരാജുവാണ് ആ നടൻ.
6 അടിയോളം ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള റാവുത്തർ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലാണ് വിജയരംഗരാജു അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം നൽകിയതാവട്ടെ പിന്നീട് പ്രശസ്ത നടനായി മാറിയ NF വർഗീസും. ഇങ്ങനെ ആദ്യ സിനിമയിൽ തന്നെ തങ്ങളുടെ കരിയർ ബെസ്റ്റ് അവതരിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ഇവരെല്ലാം തന്നെ. എന്നാൽ ആ ഭാഗ്യം പലർക്കും പിന്നീട് ഒരു തുണയായി മാറിയിട്ടില്ല എന്നും കാണാം. തങ്ങളുടെ ആദ്യ സിനിമയെ കവച്ചു വെക്കാനുള്ള ഒരു കഥാപാത്രത്തെ പിന്നീട് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരുപക്ഷെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ അവർക്ക് നിരാശ നൽകുന്നതുമായിരിക്കും. അവർക്ക് മാത്രമല്ല, ഏറെ പ്രതീക്ഷയോടെ അവരുടെ തുടക്കത്തെ കണ്ട പ്രേക്ഷകർക്കും അത് നിരാശ നൽകിയിട്ടുണ്ടാവും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.